പ്രൈസ് ദി ലോർഡ്. വേദശാസ്ത്രത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ 11-ാം അധ്യായത്തിൽ രണ്ട് സാക്ഷികൾ, ഏലിയാവുമല്ല, മോശയുമല്ല, ഹാനോക്കുമല്ല എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇന്ന് ഭൂരിഭാഗം ദേവദാസന്മാരും പഠിപ്പിക്കുന്നത് ഈ രണ്ട് സാക്ഷികൾ ഏലിയാവും മോശയുമാണെന്നാണ്. പക്ഷെ ഇത് രണ്ടുമല്ല, ഇനി ഹാനോക്കുമല്ല എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. വേറെ ചിലർ പഠിപ്പിക്കുന്നത് അത് മോശയും ഹാനോക്കുമാണെന്ന് പഠിപ്പിക്കുന്നു. മറ്റു ചിലർ പഠിപ്പിക്കുന്നു ഇത് ഏലിയാവും ഹാനോക്കുമാണെന്ന് പഠിപ്പിക്കുന്നു. അതിനൊക്കെ കാരണങ്ങളുണ്ട്. നമുക്കത് മറ്റൊരു വീഡിയോയിൽ എന്ത് ചെയ്യാം, ചിന്തിക്കാം. അപ്പോൾ ഇന്ന് ഇവരാരുമല്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചിന്തിക്കുന്നത്. അതിന് ആധാരമായിട്ട് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നു, അന്ന് ഞാൻ എൻ്റെ 2 സാക്ഷികൾക്കും വരം നൽകും. അവർ രട്ടുടുത്തും കൊണ്ട് 1260 ദിവസം പ്രവചിക്കും. 3.5 വർഷത്തെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അവർ ഭൂമിയുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷവും 2 നിലവിളക്കുമാകുന്നു. ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ച് കളയും. അവർക്ക് ദോഷം വരുത്തുവാൻ ഇച്ഛിക്കുന്നവൻ ഇങ്ങനെ മരിക്കേണ്ടി വരും. അവരുടെ പ്രവചന കാലത്ത് മഴ പെയ്യാതെ വണ്ണം ആകാശം അടച്ചു കളയുവാൻ അവർക്ക് അധികാരമുണ്ട്. വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല ബാധയും കൊണ്ട് ഭൂമിയെ ദണ്ഡിപ്പിക്കാനും അധികാരമുണ്ട്. അപ്പൊ ഇവിടെ അവർക്ക് ദൈവം കൊടുക്കുന്ന വരത്തെ കുറിച്ച് ഇവിടെ പറയുക. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം. ഈ ഭാഗം നോക്കിയാൽ ഇവിടെ ഏലിയാവാണെന്ന് പറയാനുള്ള കാരണം 5-ാം വാക്യത്തിലാണ്. ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ച് കളയും. അപ്പോൾ ഇവർ പറയുന്നത് ഏലിയാവ് ആകാശത്ത് നിന്ന് തീ ഇറക്കിയത് കൊണ്ടാണ് ഇവിടെ ഇത് ഏലിയാവാണെന്ന് പറയുന്നത്. പക്ഷെ ഏലിയാവ് ആകാശത്ത് നിന്നാണ് തീ ഇറക്കിയത്. പക്ഷെ ഇവിടെ ഇവരുടെ വായിൽ നിന്ന് തീ പുറപ്പെടുമെന്നാണ് പറയുന്നത്. ഏലിയാവ് ഒരിക്കലും വായിൽ നിന്ന് തീ പുറപ്പെടുവിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഇതൊരിക്കലും ഏലിയാവല്ല എന്ന് വളരെ വ്യക്തമാണ്. ഇനി അടുത്തത് പറയുന്നത്, അവരുടെ പ്രവചന കാലത്ത് മഴ പെയ്യാതെ വണ്ണം ആകാശം അടച്ചു കളയുവാൻ അവർക്ക് അധികാരമുണ്ട്. അപ്പൊ അടുത്ത തെളിവ് ഏലിയാവാന്ന് പറയാനുള്ള കാരണം, അവരുടെ പ്രവചന കാലത്ത് മഴ പെയ്യാതെ വണ്ണം ആകാശം അടച്ചു കളയുവാൻ അവർക്ക് അധികാരമുണ്ട്. അപ്പൊ ഏലിയാവ് എന്ത് ചെയ്തിട്ടുണ്ട്? 3.5 വർഷം മഴ പെയ്യാതെ വണ്ണം ആകാശത്തെ അടച്ചു കളഞ്ഞിട്ടുണ്ടെന്ന് ബൈബിൾ പറഞ്ഞു. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ 2 പേർക്കും ഒരേ വരമാണ് നൽകുന്നത്. അതായത് അവരുടെ പ്രവചന കാലത്ത് മഴ പെയ്യാതെ വണ്ണം ആകാശം അടച്ചു കളഞ്ഞ അവർക്ക് അധികാരമുണ്ട്. അപ്പൊ ഒരു വ്യക്തിക്ക് മാത്രമായിട്ടല്ല ഇവിടെ അധികാരം കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മോശയ്ക്കും എന്ത് ചെയ്യണം? ആകാശം അടച്ചു കളഞ്ഞതായിട്ട് മോശയെ കുറിച്ച് എവിടെയും പറയുന്നില്ല. മോശ എവിടെയും എന്ത് ചെയ്തില്ല? മഴ പെയ്യാതെ വണ്ണം ആകാശത്തെ ഇതിൽ അടച്ചു കളഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ഒരിക്കലും എന്തല്ല, മോശമല്ല, ഏലിയാവുമല്ല. ഇനി അടുത്ത് ശ്രദ്ധിച്ചോ, വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല ബാധയും കൊണ്ട് ഭൂമിയെ ദണ്ഡിപ്പിക്കാനും അധികാരമുണ്ട്. അപ്പൊ ഇവിടെ വെള്ളത്തെ രക്തമാക്കിയത് മോശ മാത്രമല്ലേ ഉള്ളൂ. ഏലിയാവ് വെള്ളത്തെ രക്തമാക്കിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇത് കറക്റ്റ് ആവില്ല. ഇനി അടുത്തത് സകല ബാധ കൊണ്ടും ഭൂമിയെ ദണ്ഡിപ്പിക്കാൻ എന്താണ് അധികാരമുണ്ട്. അപ്പൊ 2 പേരും എന്ത് ചെയ്തിട്ടില്ല? സകല ബാധ കൊണ്ടും ഭൂമിയെ ദണ്ഡിപ്പിച്ചിട്ടില്ല. ഇപ്പൊ ദൈവം കൽപ്പിച്ചിട്ട് മോശ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഏലിയാവ് എന്ത് ചെയ്തിട്ടില്ല? അത് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. ഞാൻ 3-ാം വാക്യത്തൊട്ട് പറയുമ്പോൾ അന്ന് ഞാൻ എൻ്റെ 2 സാക്ഷികൾക്കും വരം നൽകുമെന്നാണ് പറഞ്ഞത്. അല്ലാതെ നേരത്തെ കൊടുത്ത വരത്തെ പുതുക്കിയെടുക്കുമെന്നല്ല ഇവിടെ പറയുന്നത്. അതും 2 സാക്ഷികൾക്ക് ഒരേപോലെയാണ് എന്ത് ചെയ്യുന്നത്? വരം കൊടുക്കുന്നത്. അപ്പൊ നിശ്ചയമായിട്ടും ഏലിയാവും അല്ല, മോശയുമല്ല എന്ന് ഇത്രയും വാക്യങ്ങളിൽ നിന്ന് വളരെ എന്താണ് വ്യക്തമാണ്. കാരണം എന്താണ്? മോശ എന്ത് ചെയ്തിട്ടില്ല? ആകാശം അടച്ചു കളഞ്ഞിട്ടില്ല, മഴ പെയ്യാതെ വണ്ണം അടച്ചു കളഞ്ഞിട്ടില്ല. ഏലിയാവ് എന്ത് ചെയ്തിട്ടില്ല? വെള്ളത്തെ രക്തമാക്കിയിട്ടില്ല. പിന്നെ ഏലിയാവ് എന്താ? സകല ബാധ കൊണ്ടും ഭൂമിയെ ദണ്ഡിപ്പിച്ചിട്ടില്ല. അതേപോലെ എന്താണ് ഇവിടെ? ഏലിയാവ് ആകാശത്താണ് തീ ഇറക്കിയത്. പക്ഷെ ഇവിടെ എന്ത് പറയുന്നു? ഇവര് അല്ലെങ്കിൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ടു. അവിടെ എന്ന് പറഞ്ഞാൽ 2 പേരുടെയും വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കൾ എന്ത് ചെയ്യുന്നു? ദഹിപ്പിച്ച് കളയുമെന്ന് പറയുന്നു. അപ്പൊ ഇത് ഒരിക്കലും എന്തല്ല, മോശയുമല്ല, ഏലിയാവുമല്ല. എന്നിട്ട് നമുക്കറിയാം ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ വിശുദ്ധമായിട്ട് നമ്മൾ ആരാണെന്ന് പഠിക്കും. ഈ 2 സാക്ഷികൾ ആരാണെന്ന് ഈ വചനഭാഗത്ത് തന്നെ ഇതിന് തെളിവുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിന്റെ ക്ലാസ് എടുക്കുമ്പോൾ ഈ 2 സാക്ഷികൾ ആരാണെന്ന് നമ്മൾ വ്യക്തമായിട്ട് തെളിയിക്കും. കർത്താവ് നമ്മളെല്ലാവരെയും ഒരിക്കൽ കൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.